ഈ കുപ്പായ ഊരി വെച്ച് തനിക്കൊക്കെ വേറെ വല്ല പണിക്കും പോക്കൂടെ? നാണക്കേട്. ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോ ജയിലിന്റെ മുന്നിൽ വെച്ച് അവർ ഇങ്ങനെ പ്രതികരിക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ 5 മെന്നിനെ കൊണ്ടുപോയുള്ളൂ. 5 മെൻ? എടോ, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞാലേ. ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് അവർക്കൊന്നും അല്ലായിരുന്നു, അറിയാമോ? ആ, എന്നിട്ട് വാനാറിനാണെന്ന് ചെക്ക് ചെയ്തോ? സർ, പക്ഷെ ആ നമ്പർ വ്യാജമാണ്. സെഷൻ ജഡ്ജിന്റെ കാറിന്റെ നമ്പറാണത്. ഉടനെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വയർലെസ് മെസ്സേജ് കൊടുക്കണം. സർ, ഒരു കാരണവശാലും അവർ ഈ ജില്ല വിട്ട് പുറത്തു പോകാൻ പാടില്ല. സർ, അതിനു മുമ്പ് അവർ അകത്തായിരിക്കണം. മനസ്സിലായോ? യെസ് സർ. ഹലോ, കൺട്രോൾ റൂം അല്ലേ? ആ, ഇത് കമ്മീഷണറാണ്. നമ്മുടെ ബോർഡറിലുള്ള ചെക്ക് പോസ്റ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. ആ, വേണം. ഹരിദാസ് എവിടെയാണെന്ന് അവരറിഞ്ഞിരിക്കുവോ? എന്റെ രമണി, നീ കുട്ടികളെ പോലെ സംസാരിക്കരുത്. അവരത്ര മണ്ടന്മാരൊന്നുമല്ല. ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. ഹരിദാസിന് ഈ വിവരം ഒന്ന് അറിയിക്കൂ. എത്ര പ്രാവശ്യമായിട്ട് ഞാൻ വിളിക്കുന്നു. അവൻ സ്ഥലത്തില്ല, കുട്ടികളുമായിട്ട് ഔട്ടിങ്ങിന് പോയിരിക്കുക. പണ്ടാരടങ്ങാൻ ഇത് എത്ര നേരെ തുടങ്ങിയിട്ട് ഇതിലെന്താണ് ഭ്രാന്തുണ്ടോ? എൻ്റെ അമ്മോ, എന്തോ ഒരു കുളിരാണത്. ഈ പട്ടി എന്തിനാ അങ്ങനെ കിടന്ന് കുറയ്ക്കുന്നത്? റോക്കി, റോക്കി, ഡാനി, ഷട്ട് അപ്പ് ഡാനി, റോക്കി. പണ്ടാരടങ്ങേ. അതെ, വന്നിട്ടില്ല. ആ, വന്നിട്ടില്ലാന്ന്. എന്നെത്തുന്ന് എനിക്കെങ്ങനെ പറയാൻ കഴിയും? ഡാഡി മക്കളും പോയാലൊരു പോക്ക. അവരിപ്പം എവിടെയാണെന്ന് എനിക്കൊരു പിടിയില്ല. വരുമ്പം പറയാ. ഓ, രാജഗോപാലനല്ലേ? ഓ, എഴുതി വെച്ചിട്ടുണ്ട്. ഇയാൾക്കെന്താ വല്ല ടെലിഫോൺ എക്സ്ചേഞ്ചിലാണ് ജോലി. പണ്ടാരടക്കം 5-8 പ്രാവശ്യം വിളിക്കും. ഇതെന്താണപ്പാ? ആരാ അവിടെ ഓടുന്നേ? ആരാന്നാ ചോദിച്ചേ? പണ്ടാരടങ്ങാൻ ഒന്ന് മിണ്ടിക്കൂടെ? എന്താ ഇത്? ആരാത്? ആരാന്ന്? അയ്യോ സാറോ, ഇത് എപ്പോ വന്നു സാറേ? താനിത് എവിടെയായിരുന്നു? എത്ര നേരമായി ഞങ്ങളിവിടെ വന്നിട്ട്? കുംഭകർണ സേവയിലായിരുന്നിരിക്കും. അല്ല മോളെ, കുറച്ച് ഉറങ്ങിപ്പോയി. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. നായ വായ അടച്ചില്ല. കൊര തന്നെ കൊര. അതിന് ഭക്ഷണമൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഏയ്, അതൊന്നല്ല. ഇന്നലെ ആരൊക്കെയോ ഇവിടെ ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു. കള്ളന്മാരാണോ തോന്നുന്നു? കള്ളന്മാര് എന്നും ഉണ്ടാവും ഇതുപോലെ ഓരോ കഥകള്. ഇതങ്ങനെയല്ല മോളെ. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു വാൻ സ്റ്റാർട്ടാക്കി പോകുന്നത് കണ്ടു. അതുപോലെ ടൂറിസ്റ്റുകളും വഴിതെറ്റി വന്നായിരിക്കും. ആ, താൻ വേഗം പെട്ടിയൊക്കെ ഇറക്കി വെച്ച്. ഓ, ആ, പിന്നെ 3 പേരും വേഗം കുളിച്ചിടിയേക്ക്. ഇന്ന് സ്കൂളിൽ പോണം. ആ, പോണം. Come on, get ready, fast, fast, move, get ready. ആ സാറേ, ഒരു കാര്യം പറയാൻ മറന്നു. ഒരു രാജഗോപാലൻ വിളിച്ചിരുന്നു. 5-8 പ്രാവശ്യം വിളിച്ചു. എന്തു പറഞ്ഞു? ഉണ്ടോന്ന് ചോദിച്ചു.
ഞാനില്ലാന്ന് പറഞ്ഞു. എന്ന് വരുമെന്ന് ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. വന്നാൽ സാറിനോട് ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ. ഓ, ഹലോ, കമ്മീഷൻ ഓഫീസ്? രാജഗോപാൽ സാറുണ്ടോ? അതെ, കമ്മീഷണർ രാജഗോപാൽ. പാടൻ? ഒരു ഫ്രണ്ടാണ്, പേര് ഹരിദാസ്. വീട്ടിൽ വിളിച്ചു, നോ റിപ്ലൈ. ഓഹോ, ലീവാണോ? എത്ര ദിവസം? വന്നാ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞോ. ഓക്കെ, താങ്ക് യു. എന്താ ഇനി റെഡി ആയില്ലേ? കമോൺ കമോൺ, ഗെറ്റ് റെഡി. ഇന്ന് സ്കൂളിൽ പോണോ ഡാഡി? ഒരു ഔട്ടിംഗ് കഴിഞ്ഞ് വന്നതിന്റെ രസമൊക്കെ പോവും. മതി മതി, ഇത്ര രസമൊക്കെ മതി. 3 പേരും വേഗം റെഡിയാ. കമോൺ കമോൺ, ഗെറ്റ് റെഡി. അതൊക്കെ പഴയ പോലീസുകാരോട് പറഞ്ഞാ മനസ്സിലാവോ എന്റെ പാർക്കുട്ടി? ഇല്ല, മനസ്സിലായില്ല. പഴയ പോലീസുകാർക്ക് നല്ല ചുട്ട അടി തരാനും അറിയാം. ഹരിദാസന്റെ മക്കളാ. ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോ സംഘടിച്ചതാ. സാറേ നിർത്ത്, സാറേ വണ്ടി നിർത്ത്, നിർത്ത്. ഹലോ രാജഗോപാൽ, വാട്ട് എ സർപ്രൈസ്. ഒട്ടും പ്രതീക്ഷയില്ല നിന്നെ. വരാൻ തോന്നിയൊരു സന്തോഷം. ടെലിഫോൺ ചെയ്ത് മടുത്തു. എത്ര ദിവസമായി? എന്താ ഔട്ടിങ്ങാടാ ഇത്? ഇവിടുന്ന് 2 ദിവസം ഒന്നും പറഞ്ഞു പോയതാ. പിള്ളേർക്ക് മതി വരുന്നില്ല, പിന്നെ അവരുടെ ഇഷ്ടത്തിനങ്ങ് നിന്നു. വീട്ടിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, കേട്ടില്ല. ഉടനെ കാണണമെന്ന്. അതാ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആ, കുട്ടികൾക്കുള്ള ലഞ്ച് ആര് കൊണ്ടുപോകും? അത് ഞാൻ ചെന്നിട്ട് ഉടനെ കൊണ്ടുപോയിക്കോളാം. ഓ, വെയിറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതാണ് വീട്ടിൽ വെയിറ്റ് ചെയ്യാതെ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്താ? പറയാം, വീട്ടിലേക്ക് പോയിക്കൂടെ? ഷുവർ, നിങ്ങൾ തിരിച്ചോളൂ, ഞാൻ ജീപ്പ് വരാം. അവർ 4 പേരും ഒരുമിച്ച് നഗരം വിട്ടിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജയിൽ സൂപ്രണ്ടിനോടും വാർഡന്മാരോടും ചില തടവ് പുള്ളികളോടും ഞാൻ അന്വേഷിച്ചു. അതനുസരിച്ച് നോക്കുമ്പോൾ അവരുടെ ലക്ഷ്യം നീയും നിന്റെ കുട്ടികളുമാണ്. പ്രതികാരം എന്നോട് മാത്രം പോരെ, എന്തിനെന്റെ കുട്ടികൾ? അവരെന്ത് തെറ്റ് ചെയ്തു? നീ വിഷമിക്കാനൊന്നുമില്ല. നമുക്ക് ഏത് വിധേനയും ഇത് തടയണം. തെറ്റുകൾ ഒരു പക്ഷെ ഞാനും ചെയ്തിട്ടുണ്ടാവാം. അതിനുള്ള ശിക്ഷ ഈശ്വരൻ എനിക്ക് തന്നു. 4 വർഷത്തോളം എന്റെ കൺമുമ്പിൽ കിടന്ന് എന്റെ ഭാര്യ വേദന കൊണ്ട് പിടഞ്ഞു മരിച്ചു. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ... ഛേ, നീ ഇങ്ങനെ ഇമോഷണൽ ആയാലോ? കുട്ടികളെ പരിഭ്രമിപ്പിക്കരുത്. അവരെ ഉടനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് അവരെ സ്കൂളിൽ വിടണ്ട. തങ്കപ്പൻ പിള്ളേ, പിള്ളേ, എന്താ സാർ? പിള്ളേ എവിടെ? പിള്ളച്ചേട്ടൻ ലഞ്ചും കൊണ്ടുപോയി. നീ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്യ്, നമ്മൾ സ്കൂളിലോട്ട് പോവാം.
നല്ല വിശപ്പ്. പിള്ള വന്നോ? ഇല്ല. വേണോ? എനിക്ക് വേണ്ട. ആ പിള്ള ഇങ്ങോട്ട് വരട്ടെ. വായി നോക്കി നിൽക്കുന്നുണ്ടാവോ എവിടെയെങ്കിലും? ലഞ്ച് കൊണ്ടുവരട്ടെ. മുഴുവൻ അയാളെ കൊണ്ട് തീറ്റിക്കണം. എങ്കിലേക്ക് കോളായി. വയർ നിറച്ച് തിന്നാലോ. എന്തൊരു വിശപ്പാ. ഞങ്ങളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. എന്ത്? എന്താ എന്തോ പറ്റി? വണ്ടി വിട്. രമണി, രമണി, ഞങ്ങൾ സ്കൂളിൽ പോയി കുട്ടികളെയും കൂട്ടി ഉടനെ വരാം. ആര് വന്ന് വിളിച്ചാലും കഥ തുറക്കണ്ട. Yes, Haridas here. What? Madam, please tell the truth. Teacher, സർ, ഭയപ്പെടാനൊന്നുമില്ല. ഒരു പോർല പോലും ഏറ്റിട്ടില്ല. പോലീസ് എത്തിയിട്ടുണ്ട്. അവർ കുട്ടികളോട് കാര്യം ചോദിക്കുകയാണ്. എനിക്ക് എന്റെ മക്കളെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ ഷുവർ. കരയില്ലേ മക്കളെ? എന്താ ഇത്? ഒന്നുമില്ല, ആർക്കും എന്തോ അബദ്ധം പറ്റിയതാ. അല്ല, ഞങ്ങളെ കൊല്ലാൻ തന്നെയാണ് ഡാഡി. എന്തിന്? നത്തിങ് ടു വറി. Cool down. I am Rajagopal, Commissioner of Police from Kerala. വെൽക്കം. മാഡം, ഈ അവസരത്തിൽ കുട്ടികളെ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ஏதாவது தகவல் கிடைச்சா தானே சார் கண்டுபிடிக்க முடியும். I will give you the details. ആദ്യം കുട്ടികളെ വീട്ടിലെത്തിക്കൂ വിത്ത് പോലീസ് സെക്യൂരിറ്റി. சார்